ഇന്നലെ വൈകുന്നേരം ഞാനൊരു വാട്സപ്പ് സന്ദേശം കേൾക്കാനിടയായി. അത് കേരളത്തിലെ ഒരു ജഡ്ജിയുടെ വാട്സപ്പ് സന്ദേശമായിരുന്നു. ആ ജഡ്ജിയുടെ റെക്കോർഡഡ് സന്ദേശം നമുക്കൊന്ന് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ വരാം. ഇന്ന് മനസ്സിനെ വേദന തോന്നിയ ഒരു ദിവസമായതുകൊണ്ടാണ് ഞാൻ എനിക്ക് വേദന തോന്നിയ കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചത്. 2 ദിവസം മുമ്പ് എറണാകുളം ജില്ലയിലെ കാക്കനാട് സ്വദേശിയായിട്ടുള്ള റോയ് ജോൺ എന്ന് പറയുന്ന ഒരാൾ മരണപ്പെട്ടു. അദ്ദേഹം കോഴിക്കോട് ഡെപ്യൂട്ടി തഹസിൽദാരായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. ഭാര്യ പള്ളിയിലേക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് താഴെ വീണ് കിടക്കുന്നതായി കണ്ടു. പിന്നീട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് മരണപ്പെട്ടു. അവർക്ക് 2 മക്കളാണ്. മൂത്ത മകനും രണ്ടാമത് ഒരു പെൺകുഞ്ഞുമാണ്. ഈ മകൻ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ടപ്പോൾ വിയൂർ സെൻട്രൽ ജയിലിൽ കിടക്കുകയാണ്. വലിയ അളവിലുള്ള മയക്കുമരുന്നാണ് അയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചു എന്നാണ് പോലീസ് ആരോപിച്ചിരിക്കുന്നത്. അവന് ബെയിൽ കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ബെയിൽ തള്ളിയ സമയത്ത് ഈ മനുഷ്യൻ വാവിട്ട് കരഞ്ഞു എന്നാണ് കോടതി സൂപ്രണ്ട്, അതിന് ദൃക്സാക്ഷിയായ കോടതി സൂപ്രണ്ട് ചേംബറിൽ വന്നെന്ന് പറഞ്ഞത്. അപ്പോൾ അവരുടെ വക്കീലെ പറഞ്ഞു അദ്ദേഹത്തിനോട്, സാറ് പോയിക്കൊള്ളൂ, സാർ അവിടെ കോഴിക്കോട് പോയി ജോലി ചെയ്തോളൂ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, എനിക്ക് പോകാനാവില്ല, അവിടെ ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് നിൽക്കാൻ കഴിയില്ല, ഇതാലോചിച്ചിട്ട് എനിക്ക് നിൽക്കാനാവില്ല, ഞാൻ ലീവ് എടുത്ത് എൻ്റെ കാക്കനാടുള്ള വീട്ടിൽ ഇരിക്കാൻ പോവുകയാണ്. മകൻ ജയിലിൽ കിടക്കുന്നത് കൊണ്ട് നെഞ്ചു പൊട്ടിയതുകൊണ്ടായിരിക്കാം ആ പിതാവ് അങ്ങനെ അന്ന് പറഞ്ഞത്. ആ മനുഷ്യൻ 2 ദിവസം മുമ്പ് മരണപ്പെട്ടു. ഇന്നലെ അയാളുടെ ഫ്യൂണറൽ ചടങ്ങിൽ പങ്കെടുക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞ് ഇടക്കാല ഇൻ്ററിം ബെയിൽ കിട്ടാൻ വേണ്ടി ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. അവൻ ചെയ്ത അവനെതിരെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റത്തിൻ്റെ ഗൗരവം നോക്കുമ്പോൾ ജന്മം നൽകിയ പിതാവിൻ്റെ ഫ്യൂണറലിന് പങ്കെടുക്കുന്നതിനായിട്ട് ഇടക്കാല ജാമ്യം കൊടുക്കാൻ പോലും കഴിയാത്ത അത്ര ഗൗരവമുള്ള കുറ്റമാണ് അയാൾ ചെയ്തിട്ടുള്ളത്. എനിക്ക് വലിയ വിഷമം തോന്നി. നാളെയാണ് അയാളുടെ ഫ്യൂണറൽ. അപ്പോൾ ഞാൻ ആ ഫ്യൂണറലിൽ പങ്കെടുക്കാൻ, ആ ശവസംസ്കാര ചടങ്ങിൽ, സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ ഉള്ള അനുവാദം അവന് കൊടുത്തു. അവനിപ്പോൾ വിയൂർ സെൻട്രൽ ജയിലിലാണുള്ളത്. അവിടുന്ന് നാളെ കാലത്ത് 10 മണിയോടുകൂടി അവൻ്റെ കാക്കനാടുള്ള വീട്ടിലേക്ക് കൊണ്ടുവരും. 10 മണിക്കാണ് ശുശ്രൂഷകൾ ആരംഭിക്കുക എന്നാണ് അവരുടെ വക്കീൽ പറഞ്ഞത്. പോലീസിൻ്റെ എസ്കോർട്ടോടുകൂടിയാണ് അവൻ വരിക. അവൻ്റെ ആ വേദന, അവൻ്റെ അമ്മയുടെ വേദന, അവൻ്റെ പെങ്ങളുടെ വേദന, അവൻ്റെ ബന്ധുജനങ്ങളുടെ വിഷമമൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ ഉത്തരവിൽ എഴുതി, കൂടെ വരുന്ന പോലീസുകാർ മഫ്റ്റിയിൽ സാധാരണ സിവിൽ വേഷത്തിൽ വേണം വരാൻ, യൂണിഫോം ധരിക്കരുത്. എന്നിരുന്നാലും അവന് നിയന്ത്രണങ്ങൾക്ക് വിധേയമായി മാത്രമേ ആ ഫ്യൂണറൽ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് ഞാൻ ഈ ഓർഡർ പറയുന്നതിൻ്റെ ഇടയിൽ അവൻ്റെ വക്കീൽ പറയുകയാണ് എന്നോട്, ഈ ഫ്യൂണറൽ കഴിഞ്ഞതിന് ശേഷം ഒരല്പനേരം അവൻ്റെ അമ്മയോട് സംസാരിക്കാൻ, അമ്മയ്ക്ക് മകനെ ഒന്ന് കാണാൻ, അപ്പം മരിച്ചിരിക്കുകയാണ്, ഭർത്താവ് മരിച്ചിരിക്കുകയാണ്, അമ്മയ്ക്ക് മകനെ ഒന്ന് കാണാൻ, കുഞ്ഞു പെങ്ങൾക്ക് സഹോദരനെ ഒന്ന് കാണാൻ, അവനോടൊന്ന് സംസാരിക്കാൻ കുറച്ച് നേരം അനുവദിക്കണം. കഴിഞ്ഞ 14-ാം തീയതി വരെ ഒരു നിയന്ത്രണവുമില്ലാതെ സ്വതന്ത്രമായി നടന്നിരുന്ന ഒരു പയ്യൻ എത്തിപ്പെട്ടിരിക്കുന്ന വിഷമകരമായൊരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അവൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ കുറ്റമാണ്. എന്താണെന്നറിയില്ല നമുക്ക്, അതേക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാനായിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളാരും ഇത്തരം ചതിക്കുഴികളിൽ പോയി വിടരുത്. സ്വന്തം അമ്മയോട് സംസാരിക്കാൻ, സ്വന്തം പിതാവിനോട് സംസാരിക്കാൻ, സഹോദരന്മാരോട് സംസാരിക്കാൻ, മറ്റൊരാളുടെ ഉത്തരവിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ഗതികേട് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവരുത്. മാതാപിതാക്കളും ശ്രദ്ധിക്കണം, മക്കൾ എവിടെയാണ് പോകുന്നത്. മക്കൾക്ക് ഇപ്പോൾ എല്ലാ സ്വാതന്ത്ര്യവും അനുവദിച്ചു കൊടുക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ അനുവദിച്ചു കൊടുക്കുമ്പോഴും നമ്മൾ ആലോചിക്കണം, അല്ലെങ്കിൽ അവരെവിടേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കണം, അവരുടെ കൂട്ടുകെട്ട് ആരാണെന്നറിയണം, അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയാനുള്ള സമയവും സൗകര്യവും നമുക്കുണ്ടാവണം. നമ്മുടെ മക്കളാരും ഇത്തരം ഗതികേടുകളിൽ ചെന്ന് പെടരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. പണ്ടൊക്കെ ഈ പഴമക്കാർ പറയുമായിരുന്നു, അടയ്ക്കയാണെങ്കിൽ മടി വെക്കാം, കമുകായാൽ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തെല്ലാം കൊടുത്താലും നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം നമ്മൾ സഞ്ചരിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെയാണ്, എങ്ങോട്ടാണ് പോകുന്നത്, അവരുടെ കൂട്ടുകെട്ട് എങ്ങനെയാണ്, അവരുമായിട്ടുള്ളൊരു സൗഹൃദം നമ്മൾ നിലനിർത്തുന്നില്ലെങ്കിൽ വേറെ ഒന്നും കൊടുത്തിട്ട് ഒരു കാര്യമില്ല. നാളെ നമ്മുടെ കൈകൾ പിടിക്കാൻ അവരുണ്ടാകും എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ലാതാകും എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് ടേക്ക് കെയർ, ഒപ്പം നടക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. എല്ലാം കൊടുക്കുക എന്നതൊക്കെ സെക്കൻഡറിയാണ്.